നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് നാഡീശോധന പ്രാണായാമം അഥവാ അനുലോമ വിലോമ പ്രാണായാമം കോവിഡ് രോഗത്തെ പ്രതിരോധിക്കുന്നതിൽ എങ്ങനെയാണ് സഹായമാകുന്നത് എന്നതിനെക്കുറിച്ചായിരുന്നു. അതുമായി ബന്ധപ്പെട്ട മറ്റു ചില വസ്തുതകളാണ് ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്തത്. അത് നൈട്രിക് ഓക്സൈഡ് രോഗപ്രതിരോധ ശേഷിക്ക് എത്രത്തോളം സഹായകമാണ്, അത് നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്, അതിൻ്റെ സ്വാംശീകരണം നമുക്ക് എങ്ങനെ വർദ്ധിപ്പിച്ച് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാം എന്നീ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നൈട്രിക് ഓക്സൈഡ് ഉൽപാദനത്തിന് കാരണമായ എൻസൈമുകൾ മൂക്കിലും പാരാനേസൽ സൈനസുകളിലും ഉള്ളതായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞ ഒരു വസ്തുതയാണ്. സൈനസുകളിൽ നൈട്രിക് ഓക്സൈഡിൻ്റെ അളവ് മൂക്കിൽ ഉള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ്. അമേരിക്കൻ ജേണൽ ഓഫ് റെസ്പിറേറ്ററി ആൻഡ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ AJRCCMന്റെ വോളിയം 166 രണ്ടാമത്തെ ഇഷ്യൂവിലെ പേജ് 144-145 വൈറ്റ്സ്ബർഗും ലെൻബർഗും, ഇത് രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ്, ഇവർ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് വരെ പാരാനേസൽ സൈനസുകളിൽ കാണപ്പെടുന്ന നൈട്രിക് ഓക്സൈഡ് മൂക്കിലെ അറയിൽ പ്രവേശിച്ച് കൂടുതൽ താഴേക്ക് വ്യാപിച്ച് താഴത്തെ എയർവേകൾ വരെ എത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ശ്രമങ്ങൾ വലുതായൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച നൈട്രിക് ഓക്സൈഡ് എന്ന ലേഖനത്തിൽ COVID-19 ചികിത്സയിൽ നൈട്രിക് ഓക്സൈഡിൻ്റെ പങ്ക് വളരെ വലുതാണെന്ന് സൂചിപ്പിക്കുന്നു. 1980 വരെ നൈട്രിക് ഓക്സൈഡ് ഏതോ ഒരു മാരകമായ ഗ്യാസ് ആണെന്നായിരുന്നു ധരിച്ചിരുന്നത്. എന്നാൽ 1992 നൈട്രിക് ഓക്സൈഡ് ആ വർഷത്തിൻ്റെ മോളിക്യൂൾ എന്നാണ് സയൻസ് എന്ന ജേണൽ ഇതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. മാത്രവുമല്ല, ന്യൂറോ സയൻസിനെയും ഫിസിയോളജിയെയും ഇമ്മ്യൂണോളജിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മോളിക്യൂളായും നൈട്രിക് ഓക്സൈഡ് ഉയർത്തപ്പെട്ടു. പാരാനേസൽ എയർവേസിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന നൈട്രിക് ഓക്സൈഡ് ശ്വാസത്തോടൊപ്പം ശ്വാസകോശത്തിൽ എത്തുകയും അത് ശ്വാസകോശത്തിന് ഓക്സിജനെ സ്വാംശീകരിക്കാനുള്ള കഴിവിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഏതാനും നിമിഷം മാത്രം നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുകയും അതിനുശേഷം രൂപാന്തരം സംഭവിക്കുകയും ചെയ്യുന്ന നൈട്രിക് ഓക്സൈഡ് നമ്മുടെ ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും നാഡികളുടെയും എന്നുവേണ്ട പ്രധാനപ്പെട്ട എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനത്തെ ആരോഗ്യവത്താക്കുകയും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും ഏതാണ്ട് 100,000 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളുടെ ഭിത്തികളിലുള്ള സ്മൂത്ത് മസിലുകളെ അയഞ്ഞു വരുന്നതിനും രക്തപ്രവാഹത്തെ സുഗമമാക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും രക്തക്കുഴലുകളുടെ എൻഡോത്തീലിയം എന്ന ഭാഗത്തു നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നൈട്രിക് ഓക്സൈഡ് സഹായിക്കുന്നു. അതെറോസ്ക്ലെറോസിസ് പോലുള്ള രോഗങ്ങളിലും പ്രായാധിക്യത്താലും രക്തക്കുഴലുകളുടെ ഭിത്തിയിലുള്ള എൻഡോത്തീലിയത്തിൻ്റെ പ്രവർത്തനക്ഷമത കുറയുകയും അത് വീണ്ടും രക്തക്കുഴലുകളുടെ കട്ടി കൂട്ടുന്നതിന് വഴിവെക്കുകയും ചെയ്യുന്നു. അതിനാൽ
നൈട്രിക് ഓക്സൈഡ് ലഭിക്കുന്ന ഭക്ഷണങ്ങൾ നാം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇരുണ്ട, അതായത് കടുത്ത പച്ച നിറമുള്ള ഇലക്കറികളിൽ നൈട്രേറ്റ് എന്ന ഘടകം ധാരാളമുണ്ട്. അങ്ങനെ നൈട്രേറ്റ് ഉള്ള ഇരുണ്ട പച്ച നിറമുള്ള ഇലക്കറികൾ നാം കഴിച്ചാൽ നമുക്ക് നൈട്രേറ്റ് ആണ് ലഭിക്കുന്നത്. ഇതിനെ ശരീരം, അതായത് നമ്മുടെ നാവിൻ്റെ മുകളിലുള്ള ചില പ്രത്യേകതരം ഗുണകരമായ ബാക്ടീരിയകൾ നൈട്രൈറ്റ് ആക്കി മാറ്റുന്നു. പിന്നീട് അതിനെ നൈട്രസ് ഓക്സൈഡ് ആക്കി മാറ്റുകയും ചെയ്യുന്നു. വായിലെ അണുക്കളെ നശിപ്പിക്കാനായി വായിൽ ആൻറ്റി ബാക്ടീരിയൽ മൗത്ത് വാഷും മറ്റും ഉപയോഗിക്കുന്നവരിൽ ഈ ബാക്ടീരിയകളെല്ലാം നശിച്ചു പോയതുകൊണ്ട് ഈ ഗുണപരമായ മാറ്റം അത്തരക്കാരിൽ ഉണ്ടായില്ല എന്നത് വേറെ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ബ്രെയിൻ സ്ട്രോക്ക്, ഹൃദയാഘാതം തുടങ്ങിയ രോഗങ്ങളിൽ സോഡിയം നൈട്രേറ്റ് ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് ശാസ്ത്രലോകം ഇപ്പോൾ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നൈട്രിക് ഓക്സൈഡിന് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും ആരോഗ്യം നിലനിർത്തുന്നതിനും ഉള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഏതാണ്ട് ഒരു ഏകദേശ രൂപം നമുക്ക് ലഭിച്ചു എന്ന് കരുതുന്നു. ഇനി നമ്മുടെ ശരീരത്തെ കൊണ്ട് യോഗമാർഗത്തിലൂടെ എങ്ങനെ പ്രകൃതിദത്തമായി തന്നെ നൈട്രിക് ഓക്സൈഡ് സൃഷ്ടിക്കാം എന്നതിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ശരീരം 2 ഭാഗങ്ങളിലായാണ് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഒന്ന് പാരാനേസൽ സൈനസിലും മറ്റൊന്ന് രക്തക്കുഴലുകളിലെ എൻഡോത്തീലിയം എന്ന ഭാഗത്തും. ഇതിൽ പാരാനേസൽ സൈനസിൽ ഉണ്ടാകുന്ന നൈട്രിക് ഓക്സൈഡ് അതിൻ്റെ അളവ് ഹം എന്ന് ഏതാണ്ട് ഒരു 5 മിനിറ്റ് മൂളുമ്പോൾ തന്നെ 5 മുതൽ 50 വരെ ശതമാനം വർദ്ധിക്കുന്നുവെന്ന് സമീപകാലത്ത് സ്വീഡിഷ് ഹാർട്ട് ലങ് ഫൗണ്ടേഷന്റെ ഫണ്ടോടുകൂടി നടന്ന പല പഠനങ്ങളും തെളിയിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ദിവസവും നാം ഹം എന്ന് സ്വല്പനേരം മൂളുകയാണെങ്കിൽ അത് നമ്മുടെ പാരാനേസൽ സൈനസുകളിലുള്ള നൈട്രസ് ഓക്സൈഡിന്റെ അളവിനെ വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി നമുക്ക് രോഗപ്രതിരോധ ശേഷിയും മറ്റ് അവയവങ്ങളുടെ ആരോഗ്യവും വീണ്ടെടുക്കുന്നതിനും സാധിക്കുമെന്നതിൽ സംശയമില്ല. ഇനി ഹം എന്ന് ഉച്ചരിക്കുന്നതും പ്രാണായാമവും തമ്മിൽ എന്താണ് ബന്ധം? ഇത് യോഗശാസ്ത്രത്തിലെ ഒരു പ്രത്യേക പ്രാണായാമത്തിന്റെ രീതിയാണ്. പ്രസ്തുത പ്രാണായാമത്തിന്റെ പേര് ഭ്രാമരി എന്നാണ്. ഭ്രമരം എന്ന വാക്കിന്റെ അർത്ഥം വണ്ട് എന്നാണ്. ഈ പ്രാണായാമം പരിശീലിക്കുമ്പോൾ ഒരു വണ്ട് മൂളുന്നത് പോലുള്ള ശബ്ദം ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇതിന് ഭ്രാമരി പ്രാണായാമം എന്ന പേര് വന്നിട്ടുള്ളത്. പാരമ്പര്യ രീതിയിലുള്ള ഭ്രാമരി പ്രാണായാമം വെറുതെ മൂളുക മാത്രമല്ല ചെയ്യുന്നത്. അതിനു പകരം ഭ്രാമരി പ്രാണായാമം ചെയ്യുന്ന രീതി ചൂണ്ടുവിരലുകൾ രണ്ടും ചെവികളിൽ വെച്ച് അടച്ചു വെച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മൂളിക്കൊണ്ട് തന്നെ എടുക്കുകയും ശ്വാസം പുറമേക്ക് വിടുമ്പോഴും മൂളിക്കൊണ്ട് വിടുകയും ചെയ്യുന്ന രീതിയാണ്. ഒന്നാമതായി ചെവിയിൽ വിരൽ വെച്ച് മൂളുമ്പോൾ അത് നമ്മുടെ തലയോട്ടിക്ക് ഉൾഭാഗത്ത് കൂടുതൽ പ്രകമ്പനങ്ങളെ സൃഷ്ടിക്കുകയും പാരാനേസൽ സൈനസിൽ നൈട്രസ് ഓക്സൈഡിനെ ഉണ്ടാക്കാനുള്ള കഴിവിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല അത് നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് ശാന്തമാക്കാനുള്ള ഒരു കഴിവും ഈ ശബ്ദത്തിന് ഉണ്ട്. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവും പുറമേക്ക് വിടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവും ചെറിയ വ്യത്യാസത്തോടു കൂടിയാണ് ഉണ്ടാവുന്നത്.
ഉദാഹരണത്തിന് ഉള്ളിലേക്ക് എടുക്കുമ്പോഴുള്ള ശബ്ദം ശ്രദ്ധിക്കുക. ഇനി പുറമേക്ക് വിടുമ്പോഴുള്ള ശബ്ദത്തിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക. യോഗശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് ഉള്ളിലേക്ക് എടുക്കുമ്പോഴുള്ള ശബ്ദം ആൺവണ്ടിന്റെ ശബ്ദം പോലെയാണെന്നും പുറമേക്ക് വിടുമ്പോഴുള്ള ശബ്ദം പെൺവണ്ടിന്റെ ശബ്ദം പോലെയാണെന്നുമായിരുന്നു. ഒരിക്കൽ കൂടി ഞാൻ ട്രഡീഷണലായി ചെയ്യുന്ന ഭ്രാമരി പ്രാണായാമം കാണിച്ചു തരാം. ചൂണ്ടുവിരൽ 2 ചെവിക്കുള്ളിലേക്കും വയ്ക്കുന്നു, ചെവികളെ അടച്ചു പിടിക്കുന്നു, കണ്ണടച്ചു വയ്ക്കുന്നു. ഇനി ഞാൻ ഭ്രാമരി പ്രാണായാമം ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഞാൻ 2 തവണയാണ് ഭ്രാമരി പ്രാണായാമം ചെയ്തത്. സാധാരണഗതിയിൽ തുടക്കക്കാർ ഇതുപോലെ ചെയ്യുമ്പോൾ അവർക്ക് ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തോടൊപ്പം ഈ മൂളൽ ശബ്ദം ഉണ്ടാക്കാൻ പലപ്പോഴും വിഷമം തോന്നാറുണ്ട്. അങ്ങനെ തോന്നുന്നവർ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ എന്ന് മാത്രം മൂളുക. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ സാധാരണ രീതിയിൽ ദീർഘമായി സുഖകരമായി ശ്വാസം എടുക്കുക, പുറമേക്ക് വിടുമ്പോൾ മൂളിക്കൊണ്ട് വിടുക. വീണ്ടും ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം സാധാരണ പോലെ ദീർഘമായും സുഖകരമായും എടുക്കുക, പുറമേക്ക് വിടുമ്പോൾ മൂളിക്കൊണ്ട് വിടുക. ഇത് പ്രാരംഭമായി അനുഷ്ഠിക്കാവുന്ന രീതിയാണ്. എന്നാൽ നിങ്ങൾക്ക് ഞാൻ മുമ്പ് കാണിച്ചു തന്നതുപോലെ പാരമ്പര്യ രീതിയിൽ ഭ്രാമരി പ്രാണായാമം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നതാണ് കൂടുതൽ ഉചിതമായിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതൽ ഫലപ്രാപ്തി നിങ്ങൾക്ക് നൽകുന്നതാണ് ഓം എന്ന ശബ്ദം ദീർഘമായി ഉരുവിട്ടുകൊണ്ടുള്ള പരിശീലന രീതി. അവിടെയും ശ്വാസം ദീർഘമായും സുഖകരമായും ഉള്ളിലേക്ക് എടുക്കുക, പുറമേക്ക് വിടുമ്പോൾ ഓം എന്ന് ഉച്ചരിക്കുക. അങ്ങനെ ഉച്ചരിക്കുന്നവർ ആ എന്ന ശബ്ദം ചുരുക്കി, ഓ എന്ന ശബ്ദവും ചുരുക്കി, എന്ന ശബ്ദം ദീർഘമായി പ്രൊലോങ് ചെയ്തുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ 3 വിധത്തിലുള്ള പരിശീലനമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുക, പുറമേക്ക് വിടുമ്പോൾ ദീർഘമായും സാവധാനത്തിലും ഉച്ഛ്വസിക്കുന്നതോടുകൂടി എന്ന് മൂളിക്കൊണ്ട് ചെയ്യുന്ന രീതി. 2, ട്രഡീഷണൽ ആയിട്ടുള്ള ഭ്രാമരി പ്രാണായാമത്തിൻ്റെ രീതി. ചെവിയിൽ വിരലുകൾ വയ്ക്കുക, അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും ശബ്ദമുണ്ടാക്കുക, പുറമേക്ക് വിടുമ്പോഴും ശബ്ദമുണ്ടാക്കുക. 3ാമത്തെ രീതി ഓം എന്ന ശബ്ദം ഉച്ചരിക്കുക. ഇതിൽ നിങ്ങളുടെ വിശ്വാസപ്രകാരം അനുഷ്ഠിച്ചാൽ മതി. നിങ്ങളുടെ മനസ്സിൽ ഓം എന്ന് ഉച്ചരിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും തെറ്റായ ധാരണകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അനുഷ്ഠിക്കേണ്ടതില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിവരിച്ച അനുലോമ വിലോമ പ്രാണായാമം, അതായത് നാഡീശോധന പ്രാണായാമവും ഇന്ന് നാം ഇവിടെ വിവരിച്ച ഭ്രാമരി പ്രാണായാമവും ദിവസവും ഒരു 15 മിനിറ്റ് നേരമെങ്കിലും അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ തീർച്ചയായും വർദ്ധിപ്പിക്കും എന്നുള്ളതിൽ സംശയമില്ല. കാരണം അത് ലോകത്തിൻ്റെ പല ഭാഗത്തും നടന്ന നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ആരോഗ്യവും സൗഖ്യവും മനഃശാന്തിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗം നിർത്തുന്നു. നമസ്തേ.